മാഡം, ഞാൻ നമ്മുടെ ആ ഡിസൈൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ചെറിയ വീഡിയോ ആയിട്ട് പറ്റുന്നത്രയും ചെയ്യാം. ഇത് അതിനകത്ത് ആദ്യത്തെ എന്ത് നീളം വരുന്നു എന്നുള്ളത് ആ, നമുക്ക് ആ സ്കെച്ചിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് 4 അടി 4 അടി 8 ഇഞ്ച്, അതായത് സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത് 144 സെന്റിമീറ്റർ. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് നമ്മുടെ ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു ബാർ കൗണ്ടർ എന്നുള്ള ഒരു രീതിയെ ഈ 42 ഇഞ്ചോളം വരും, കുറച്ചും കൂടെ ഹൈറ്റ് വെച്ച് നോർമൽ ഈ ബാർ കൗണ്ടർ പോലെ. അപ്പം ഈ അയച്ചിരിക്കുന്ന ഫോട്ടോയ്ക്കകത്ത് നമുക്ക് ഇപ്പം മേഡം അവസാനം അയച്ചു തന്ന ഫോട്ടോയ്ക്കകത്തുള്ള ഒരു വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, ആ ഫോട്ടോ ഞാൻ അയച്ചിരുന്ന ഫോട്ടോയ്ക്കകത്ത് ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഇതിനകത്തൊരു ചെയർ വന്നിട്ട് നോർമൽ ചെയർ അല്ല ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പാതകത്തിന്റെ അല്ലെങ്കിൽ യൂണിറ്റ്സിന്റെ ഹൈറ്റ് അല്ല, അതിനേക്കാളുള്ള ഹൈറ്റ് പൊക്കിയാണ്. ഇങ്ങനെ ഹൈറ്റ് പൊക്കണമെങ്കിൽ പൊക്കാം, അതിനകത്ത് പ്രശ്നമില്ല. അപ്പം അതേ നേരം നമ്മുടെ ആ നോർമൽ കൗണ്ടറിന്റെ അതേ ഹൈറ്റ് തന്നെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഫോട്ടോയ്ക്കകത്ത് ഒരു ഇത് എന്നാന്ന് പറഞ്ഞാൽ, ഇതിപ്പം അവർ തടിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫുൾ പിടുത്തവും ഒരു കാല് ഫ്ലോറിലും വേറൊരു കാല് ഭിത്തിയിൽ പോയി കയറുന്നുണ്ട്. ഈ ഭിത്തിയിലുള്ള സാധനവും ഈ മേളത്തെ പീസും തമ്മിൽ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അതിലും പിടുത്തമുണ്ട്. അപ്പം ഇത് നമ്മളെ ഇവിടെ എന്താണ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പില്ലർ വന്നിട്ട് ചെറിയ പില്ലറാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഫേസ് അങ്ങനെയാണ് കിട്ടുന്നത്. അതിനാണ് നമ്മൾ ഇതാണ് ഇത്രയും നമുക്ക് പില്ലർ കിട്ടത്തുള്ളൂ. അപ്പം ആ ഫോട്ടോയ്ക്കകത്തുള്ള വ്യത്യാസം ഒന്ന്, നമുക്ക് ഈ കാല് താഴെ കൊണ്ടുവരണം. കാരണം നമ്മൾ ഇതിന്റെ മേളിൽ സാധനങ്ങൾ വെക്കുകയും നമ്മുടെ വെയിറ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യുമ്പോഴേ അത് ബലമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു സപ്പോർട്ട് വേണം. ഈ ഫുൾ ഒരു കാല് ഇതിലും ഒരു കാല് ഫുള്ള് ഇതിലും കൊടുക്കാൻ പറ്റത്തില്ല, വെയിറ്റ് താങ്ങത്തില്ല. അപ്പൊ അത് ഒരു കാരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ പ്രൊജക്ഷൻ വരും. അതാണ് ഈ പ്രൊജക്ഷൻ. അപ്പൊ ഈ പ്രൊജക്ഷന്റെ ഒക്കെ എന്തോരം വരും എന്നുള്ളത് ഞാൻ ഈ സ്കെച്ചിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് 23 സെന്റിമീറ്റർ, ഈ പില്ലർ ഇരുന്ന് 23 സെന്റിമീറ്റർ നമുക്ക് അഡീഷണൽ വേണം. അതായത് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ 47 സെന്റിമീറ്റർ, പില്ലർ ഉൾപ്പെടെയാണെങ്കിൽ 47 സെന്റിമീറ്റർ. ഇത് ചെയർ വരുമ്പോൾ ചെയറിന്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ചെയർ നമ്മളൊരു ഈ ഒരു 78 അല്ലെങ്കിൽ 80 സെന്റിമീറ്റർ വലിച്ചിട്ടിട്ട് നമ്മൾ ഇരിക്കുവാണെങ്കിൽ, കയറിയിരിക്കാതെ കുറച്ച് പുറകോട്ടിരിക്കുവാണെങ്കിൽ ഒരു ആ പില്ലറിൽ ഇരുന്ന് മൊത്തം ഒരു 80 സെന്റിമീറ്റർ വരെ വരും. അതൊരു ഭാഗം. പിന്നെ രണ്ടാമത്തെ ഭാഗം, നമ്മൾ 2 കോട്ടാണ് അയച്ചിരിക്കുന്നത്. ആ കോട്ടിനകത്ത് ചാനല് ഇങ്ങനെ നമുക്കൊരു ചാനല് സപ്പോർട്ട് കൊടുത്തിട്ട് ആ ചാനലിന്റെ മേളില് ആണ് നമ്മൾ അലുമിനിയത്തിന്റെ തന്നെ യു വി ബോർഡ് ബെൻഡബിൾ ആണ്. അത് നല്ല ഫുള്ള് ഈ പറഞ്ഞ പോളിയൂറിത്തൻ മെറ്റീരിയലാണ്. അത് കാരണം അത് വളഞ്ഞോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല. അത് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അതാണ് ആദ്യം കൊടുക്കുന്ന ആ ബഡ്ജറ്റ്. ഇപ്പൊ ഞാൻ അയച്ചു തന്നിരിക്കുന്നതിനകത്ത് ഈ 26,000 എന്ന് പറയുന്നത് ആ UV പാനൽ ബോർഡാണ്. അതേ നേരം ഇതല്ലാതെ ഈ നമുക്ക് ഈ ടോപ്പ് സൈഡ് ഇതുമാതിരി ഉള്ളതെല്ലാം ടൈൽസിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്ക് ടോപ്പ് ടൈൽസിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രക്ചർ മാത്രം അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ബോർഡർ ഒന്നും കാണത്തില്ല. ഇതൊക്കെ 45 ഡിഗ്രി കട്ട് ചെയ്ത്, അതൊക്കെ ഈ ഡ്രോയിങ് വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അത് കാരണമാണ് അത് ചെയ്യാത്തത്. 45 ഡിഗ്രി കട്ട് ചെയ്തിട്ട് രണ്ടും തമ്മിൽ അറാൾഡേറ്റ് വെച്ച് ഒപ്പിച്ച് അത് ഇത് ചെയ്ത് വെക്കും, അടുപ്പിച്ച്. അങ്ങനെ ഈ ചെയ്യുന്നത് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. അതിന് ലേബർ ചാർജിങ് കൂടുതലാണ്. അപ്പം അത് ആ രീതിയിൽ ഈ സ്ട്രക്ചർ മാത്രം നിലനിർത്തിക്കൊണ്ട്
സ്ട്രക്ചർ അലുമിനിയത്തിൽ നിവർത്തിക്കൊണ്ട് ഇത് മുഴുവനും പാക്ക് ചെയ്യും. അപ്പോൾ ഈ പാക്ക് ചെയ്യുന്നതിനകത്ത് മേളിലും ഈ കുക്ക് ടോപ്പ് ടൈല് വെച്ച് തന്നെ നിൽക്കുവോ, അതായത് സ്ക്രൂ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ പയ്യൻ ഈ പറഞ്ഞ പോലെ തന്നെ റഫായിട്ട് എന്നോട് പറഞ്ഞത് താഴത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ഞാൻ പ്രത്യേകം ചോദിച്ചിരിക്കുന്നത് മേളിലിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണോ, സ്ക്രൂ സപ്പോർട്ട് കൊടുക്കണോ, അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് സ്ക്രൂവിന്റെ സപ്പോർട്ട് കൊടുക്കാം ഫുള്ള്. അപ്പം പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് മുഴുവനും ഒരു ഗ്രാനൈറ്റിന്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു വെട്രിഫൈഡ് ടൈലിന്റെ സ്ട്രക്ചറിൽ ഇരിക്കുന്ന ഒരു ഇതായിട്ടേ കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നീറ്റ് ആയിരിക്കും, നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കും. ഏതായാലും അതിന് ബഡ്ജറ്റ് വരുമ്പോൾ ആ ബഡ്ജറ്റ് അതാണ് ഈ ലേബർ, ഗ്രാനൈറ്റിന്റെ ലേബറും കൂടെ വരുമ്പോൾ 45 വരും. തമ്മിലപ്പം ഏകദേശം ഒരു 15ഉം 4 19,000 രൂപയുടെ വേരിയേഷൻ. ഇതിനകത്ത് ലൈറ്റ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ലൈറ്റ് നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. ഞാൻ ജസ്റ്റ് പടം കാണിച്ചിരിക്കുന്നത് മാത്രമേ. ലൈറ്റും ചെയറും എക്സ്ട്രാ ആണ്. നമ്മൾ നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ സ്ട്രക്ചറും അതേപോലെ തന്നെ അതിന്റെ മേളിൽ വരുന്ന മെറ്റീരിയൽ ചാർജ്, തരുന്ന ചാർജ്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ടാക്കുന്നത് ചെയറും ലൈറ്റും നോട്ട്. ഓക്കെ, താങ്ക് യു.